നമ്മൾ ഫോണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രൗസ് ചെയ്യുക മീൻസ് നമ്മൾ ഫോണിൽ ബ്രൗസർ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യാണ്. ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക, പിന്നെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും സംഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ഡിസ്റ്റർബ് ആയിട്ട് വരാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാട്സപ്പിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാറ്റ് ചെയ്യാണ്. അതുമല്ല ഫോണിൽ മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു വീഡിയോ എഡിറ്റിങ്ങിലോ അങ്ങനെ എന്തെങ്കിലും സമയത്ത് നമുക്കൊരു കോളും വരേണ്ടതില്ല. നമുക്ക് കോൾ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ നമുക്ക് അറ്റ് ദ സെയിം ടൈം നമുക്ക് നെറ്റ് ഉപയോഗിക്കുകയും വേണം. അപ്പോൾ നമുക്ക് കോൾ വരാതെ നെറ്റ് മാത്രം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചെറിയ ടിപ്പാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇതിൻ്റെ സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പം മുഴുവനായിട്ട് കാണാം. ഇതിനു വേണ്ടി നമ്മളിവിടെ ഒരു ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്നില്ല. ചെറിയ ചെറിയ സെറ്റിങ്സുകൾ മാത്രമേ ചെയ്യണുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ ഫ്ലൈറ്റ് മോഡിലിടാൻ പോവാണ്. ഫോണ് ഫ്ലൈറ്റ് മോഡിലിട്ടു. നമ്മളെ ഫോണിപ്പോൾ ഫ്ലൈറ്റ് മോഡിലാണ്. ഇപ്പം നമുക്ക് കോളുകളൊന്നും വരില്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഫോണിൻ്റെ ഡയലർ എടുക്കുന്നു. ഡയലർ എടുത്തിട്ട് നമ്മൾ ചെറിയൊരു കോഡ് അടിച്ചു കൊടുക്കാൻ പോവാണ്. ആ കോഡ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. നമ്മളെ വീഡിയോൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട്. *##. നന്നായിട്ട് ശ്രദ്ധിക്കുക. *##. 2 പ്രാവശ്യം *##. അതിനുശേഷം 4636. ഇതിന് ശേഷം നമ്മൾ നേരത്തെ *## കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് #*# അടിക്കുമ്പോൾ തന്നെ നമ്മൾ വേറൊരു പേജിലേക്ക്, ഒരു ഇൻ്റർഫേസിലേക്ക് മാറുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫോൺ ഇൻഫർമേഷൻ എന്നുള്ളത് ടാപ്പ് ചെയ്യുക. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ മൊബൈൽ റേഡിയോ പവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ചില ഫോണിൽ റേഡിയോ പവർ എന്ന് മാത്രമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ റേഡിയോ ഓൺ എന്നുള്ളതായിരിക്കും കാണുക. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ടോഗിളൊന്ന് റൈറ്റിലേക്ക് നീക്കി കൊടുക്കുക. ഇപ്പോൾ ഓൺ ആയിട്ടുണ്ടത്. അതിനുശേഷം നമുക്ക് താഴത്ത് ചില ഫോണുകളിലാണെന്നുണ്ടെങ്കിൽ മോർ എന്ന് കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മുകളിൽ 3 ഡോട്ട് കാണാൻ പറ്റും. ഈ 3 ഡോട്ടിലൊന്ന് ടാപ്പ് ചെയ്യുക. ശേഷം നമ്മൾ ഏറ്റവും താഴെയായിട്ട് ഡിസേബിൾ ഡാറ്റ എന്ന് കാണാം. അത് എനാബിൾ ഡാറ്റ ആക്കി കൊടുക്കുക. എനാബിൾ ഡാറ്റ എപ്പോഴാണ് എനാബിൾ ആയി കിടക്കുന്നത്, അത് നമ്മൾ റേഡിയോ ഓൺ ആക്കുമ്പോൾ തന്നെ ചില ഫോണുകളിൽ എനാബിൾ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാക്ക് വരാം. നമുക്കിനിയിപ്പോൾ എന്താണോ ഉപയോഗിക്കേണ്ടത്, ബ്രൗസറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതാ ഇപ്പോൾ നെറ്റ് ഓണാണ്, പക്ഷേ ഫ്ലൈറ്റ് മോഡിലാണ്. നീ കാണാൻ പറ്റും. നമ്മളെ ബ്രൗസർ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഡാറ്റ വർക്കിംഗ് ആണ്. നമുക്ക് കോൾ ഈ ടൈമിന് നമ്മളെ ഫോണിലേക്ക് വരില്ല. അപ്പം അടിപൊളി ഒരു ട്രിക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും മാക്സിമം എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഈ ഒരു ചെറിയ ടിപ്പ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫ്ലൈറ്റ് മോഡ് ഒന്ന് ഓണാക്കിയാൽ തന്നെ അത് ഡിസേബിൾ ആയിക്കോളും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ പോലെ തന്നെ പോയിട്ട് *#*4636 #** അടിച്ചതിന് ശേഷം ഫോൺ ഇൻഫർമേഷനിൽ പോവുക. മൊബൈൽ റേഡിയോ പവർ ഓഫ് ചെയ്യുക. എന്നിട്ട് മുകളിൽ ആ 3 ഡോട്ടിൽ വന്നിട്ട് ഡിസേബിൾ ഡാറ്റ കണക്ഷന് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മൾ ഫ്ലൈറ്റ് മോഡ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ മാത്രം മതി, ഇതൊക്കെ പോയിക്കോളും. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. മറ്റൊരു സെഗ്മെൻറ്റിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.